എൻ്റെ നാട്ടിൽ തന്നെയുള്ള ഇപ്പോൾ ഞാനൊരു ഏകദേശം ഒരു 10 പേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അവരുടെയൊക്കെ ഇങ്ങനെ കാലിന് പ്രശ്നം വന്നിട്ട് എല്ലാവരും ഇപ്പം എന്നെ വളരെ നല്ലതായി ഡോക്ടറെ കാണുന്ന പോലെ എന്നോടും വളരെ നല്ല രീതിയിലാണ് എല്ലാവരും പെരുമാറുന്നത്. കാരണം അവർക്കൊക്കെ വേദനയ്ക്കും നീരിനും നല്ല വ്യത്യാസം വന്നില്ല. ഞാൻ പാലക്കാട് ജില്ലയിലെ പത്രിപ്പാലയിൽ നിന്ന് വരികയാണ്. പത്രിപ്പാല നഗരിപ്പുറം എന്നാണ് എൻ്റെ സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഈ യൂട്യൂബ് കണ്ട് ഈ ഡോക്ടറിൻ്റെ പേര് കണ്ട് ഇപ്പോൾ കാലിന് PRP ചെയ്താൽ നല്ല ഭേദമാകുന്നതനുസരിച്ചിട്ട് ഇവിടെ വരെ വന്നതാണ്. ബസ്സിൽ വന്ന് ഇവിടെ വന്നിട്ട് ഫസ്റ്റ് ഡോസ് എടുത്തിട്ട് പോയി. പിന്നെ ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ സെക്കൻഡ് ഡോസ് എടുക്കാൻ വന്നു. അപ്പോഴത്തേക്ക് എനിക്ക് തീരെ വയ്യായിരുന്നു. കാലിന് നല്ല വേദന, നീര്, മുട്ട് മടക്കാൻ വയ്യ, നടക്കാൻ ബുദ്ധിമുട്ട്, ആ ഒരു അവസ്ഥയിലേക്കാണ് ഞാൻ ഇവിടെ വന്നത്. പക്ഷേ ഇതൊരു ഡോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് നല്ല ആശ്വാസമുണ്ട്. പിന്നെ ഞാൻ ധാരാളം നടക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ആയിരിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ രണ്ടാമത്തെ ഡോസും എടുക്കാമെന്ന് വിചാരിച്ചു. രണ്ടാമത്തെ ഡോസും എടുത്തു. എനിക്ക് നല്ല വ്യത്യാസമാണ്, നല്ല മാറ്റം ഉണ്ടായി. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത വീട്ടുകാരോടൊക്കെ പറഞ്ഞു. കാരണം ഞാൻ ഇത്തിരി മുടന്തിയിട്ടാണ്, ഇത്തിരി കാല് വലിച്ചിട്ടൊക്കെ ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ഒരു ചെറിയ മാറ്റം വന്നപ്പോൾ എല്ലാവരും ചോദിച്ചു എന്ത് ട്രീറ്റ്മെൻറ്റാണ് ചെയ്യുന്നത്. അന്നേരം ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു അജിത് ജോൺ പറഞ്ഞിട്ട് ഒരു ഡോക്ടറുണ്ട്, എനിക്ക് ചെയ്തു, ഞാൻ തനിയെ പോയി ചെയ്തു, ആരെയും ഒന്നും വിളിച്ചില്ല. പൈസയും വളരെ കുറവാണ്, അതും പറയണമല്ലോ, സാമ്പത്തികമായിട്ടും വളരെ കുറവാണ് ഇവിടെ എന്നെ സംബന്ധിച്ചിടത്തോളം. ഞങ്ങൾ വേറെ 2-3 ഹോസ്പിറ്റലൊക്കെ പോയതാണ്. ഇവിടെയൊക്കെ എനിക്ക് പൈസയുടെ പ്രശ്നമായിരുന്നു. അപ്പോൾ ഇവിടെ സാമ്പത്തികമായിട്ട് നല്ല ഇതുണ്ട്, നല്ല ഡോക്ടർ തന്നെയാണ് ഇത് എടുക്കുന്നത്. അങ്ങനെ ഞാൻ 3 ഡോസ് എടുത്തു. 3 ഡോസ് എടുത്തു കഴിഞ്ഞാൽ എനിക്കും നല്ല വ്യത്യാസമുണ്ട്. അത് കഴിഞ്ഞ് ഞാനിപ്പം രാജസ്ഥാനിൽ പോയിട്ട് ഒരു 7-7.5 കിലോമീറ്റർ ഒരു മല കയറി, ഒത്തിരി നടന്നു. 15 ദിവസത്തെ ട്രിപ്പിന് പോയതാണ്. അപ്പോൾ ഇഷ്ടംപോലെ നടന്നു. 3 ഡോസ് കൊണ്ട് എനിക്ക് നല്ല വ്യത്യാസമുണ്ട്.